ഒരു കുഞ്ഞ് വീഡിയോ ആണേ. രാവിലെ വേദി സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നേരെ ഇങ്ങ് തിരുമല വന്നു. അപ്പോൾ ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് വന്നത് കേട്ടോ. ഇന്നലെയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ടാണ് വന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. കൊണ്ടുവന്നിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് ഞാൻ വീണ്ടും ലഞ്ച് എടുത്തിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ രാവിലെ വന്നപ്പോഴേക്കും ചേട്ടന്മാരൊക്കെ 8 മണിയായപ്പോൾ തന്നെ എത്തി കേട്ടോ. പണികളെല്ലാം ഇടുപിടിയും നടക്കുന്നുണ്ട്. ഇന്ന് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ആളുണ്ട്. അപ്പോൾ കിച്ചൻ്റെ പരിപാടിയും ഒക്കെ അതൊരു ദിവസം കൊണ്ട് കഴിയും കേട്ടോ. പിന്നെ വേദയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഴയൊക്കെ പെയ്യുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ നിറയെ ഇങ്ങനെ അകത്ത് വീഴുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയും ഉണ്ട് അവർക്ക്, അലൂമിനിയം ഫാബ്രിക്കേഷൻകാർക്ക്. പിന്നെ കിച്ചൻ്റെ ഡോർ സെറ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഈ ചേട്ടന്മാർക്ക് ഇനി പൂശൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളെല്ലാം കഴിയും. ഇന്നും നാളെയും കൂടി ആകുമ്പോഴേക്കും പൂശെല്ലാം കംപ്ലീറ്റ് കഴിയും. നമ്മുടെ ജോലികളെല്ലാം കഴിയും. പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർലോക്കൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല പണിയുണ്ട് കേട്ടോ. അപ്പോൾ ആരെയും കൂടി നിർത്താമെന്ന് കരുതിയപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനും വരാം, അമ്മയും വരാം, ഏട്ടനും എല്ലാവരും കൂടെയൊക്കെ നിന്നിട്ട് എല്ലാവർക്കും കൂടി ചെയ്യാം, ഒരു പ്രഷർ പമ്പ് റെൻറ്റിന് എടുത്തിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞൊരു പ്ലാനിങ്ങിൽ നിൽപ്പുണ്ട്. വീടിനകമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണ്. പക്ഷേ വേദയുടെ റൂമൊക്കെ ഞാൻ നന്നായിട്ട് പൊടിയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും ഇവർക്ക് വേദയുടെ റൂമിൽ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, വേദയുടെ റൂമിൻ്റെ ഫ്രണ്ടിലാട്ടോ ഓപ്പൺ ബാൽക്കണി ഉള്ളത്. ഞാൻ ആ ഒരു ബാംബു കർട്ടൻ ഇട്ട് മൂടിയിരിക്കുന്ന ആ ഒരു പീസാണേ. അവിടെ അങ്ങനെ ഒരു ബാംബു കർട്ടൻ ഇട്ടപ്പോഴേക്കും ഭയങ്കര വൃത്തികേട്. കുറേ നാളുകൊണ്ട് അങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ ആ ബാംബു കർട്ടനും ചീത്തയായി തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ കരുതി ഒരു പെർമനൻ്റ് ആയിട്ട് അവിടെ ഒരു ഗ്ലാസ് ഇട്ട് അങ്ങ് മൂടി വയ്ക്കാം. നല്ലൊരു വ്യൂ ആണ് അവിടെ കയറി നിന്നാൽ നമുക്ക് ആ മുക്കുന്നി മലയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ വെള്ളമൊക്കെ വീഴുന്നത് കൊണ്ടും കുറച്ച് സേഫ്റ്റി സൈഡുമൊക്കെ നോക്കിയിട്ടാണ് അത് ഫുൾ അങ്ങ് ക്ലോസ് ചെയ്യണേ. അപ്പോൾ അവിടെ പണിക്ക് കയറിയപ്പോൾ ഞാൻ വേദയുടെ റൂമിൽ കുറച്ച് ആണിയൊക്കെ അടുപ്പിച്ചു. അവൾക്ക് കുറേ ടോയ്സ് ഉണ്ട്, അതൊക്കെ തൂക്കിയിടാനായിട്ട്. അങ്ങനെ അതിൻ്റെ പൊടിയെല്ലാം ആയി, റൂമെല്ലാം ഫുൾ അലങ്കോലമായി കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ നമ്മുടെ ആ ബാക്കിൽ ചെയ്തില്ലേ, വാർത്തിട്ടതിൻ്റെ അവിടെ നിന്ന് വെള്ളം പോവാനായിട്ട് കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം താഴേക്ക് വിടാനായിട്ട് പൈപ്പ് ആവശ്യമുണ്ട്. അങ്ങനെ പൈപ്പ് വാങ്ങാനായിട്ട് വന്നത് കേട്ടോ. അത് മേശരിമാർ തന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. പ്ലംബിങ്ങാരെ വിളിക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അവർ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ്. നമുക്ക് വീടിൻ്റെ അടുത്തൊട്ട് താഴെ തന്നെ മങ്കാട്ടടവിൽ തന്നെ കടയുണ്ടായിരുന്നു. വേറൊന്നുമില്ല, ഒരു പൈപ്പും പിന്നെ അതിന് വേണ്ട ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഇവരെയൊക്കെ വിളിച്ച് പണിക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. ഈ കുഞ്ഞു പണികളൊക്കെ ആയതുകൊണ്ട് അവരങ്ങ് മടിക്കും. അപ്പോൾ അതുകൊണ്ട് 2 ദിവസമായിട്ട് ഇലക്ട്രീഷ്യനെ വിളിക്കുകയാണ്. അവിടെ 2 ലൈറ്റ് ഇടണ്ടേ, അല്ലാതെ ഭയങ്കര രാത്രിയൊക്കെ ആയാലും ഭയങ്കര ഇരുട്ടായിരിക്കും. ഒരു ലൈറ്റ് മാത്രമേ ഇവിടെ പണ്ട് മുതലേ ഉള്ളതുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് കെട്ടിയപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അയാളെ വിളിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, വേദയുടെ റൂമിൽ ഡ്രില്ല് ചെയ്യുന്നതാട്ടോ. എല്ലാ ജനലും വാതിലും ഒക്കെ ഞാൻ പൊടിയടിച്ച് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇത് ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ആണി അടിച്ചിട്ടൊന്നും അത് കയറുന്നില്ല. മറ്റേ സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചാലും അത് എന്തെങ്കിലും തൂക്കിയിടുമ്പോഴേക്കും അതങ്ങ് താഴെ പൊട്ടി വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേ ആണിക്ക് വേണ്ടിയിട്ട് ഞാൻ വേദയുടെ റൂമിൽ അടിച്ചു. വേറെ റൂമുകളിലൊന്നും അടിച്ചില്ല, ഇവിടെ മാത്രം. പിന്നെ അവിടെ പണിക്കൂടെ നിന്നപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് കേട്ടോ, ആ റൂമിൻ്റെ സൈഡിൽ. അങ്ങനെ അവിടെ മാത്രം ചെയ്തു. നമ്മുടെ മേശരി ചേട്ടന്മാരും പൂശെല്ലാം കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അവരിന്ന് 4 പേര് വന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പണി കഴിയുമെന്ന് വിശ്വസിക്കുന്നു. മഴയും ഭാഗ്യത്തിനില്ല. ഇങ്ങനെ ഒരു മൂടി ക്ലൈമറ്റായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. വലിയ മഴയോ വെയിലോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വെയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ ചേട്ടന്മാർ സ്ഥിരം ചെയ്യുന്നതാണ്, എങ്കിലും ഭയങ്കര വെയിലല്ലേ. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ട്രിവാൻഡ്രത്ത് ഇങ്ങനെയാണ്, വെയിലുമില്ല മഴയുമില്ല, നല്ലൊരു ക്ലൈമറ്റിൽ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ പറയണേ, നമ്മൾ സോളാർ വെച്ച ശേഷം ഇന്നേ വരെ വെയിലുണ്ടായിട്ടില്ല. അതെന്തൊരു മായാജാലമാണെന്ന് അറിയത്തില്ല. 2 ദിവസം തന്നെ ശരിക്കും പറഞ്ഞാൽ വെയിൽ കിട്ടിയിട്ടുള്ളത്. മഴയുള്ളത് നല്ല കാര്യം തന്നെയാണ്. അതിപ്പോൾ മഴയുമില്ല വെയിലുമില്ല, രണ്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. പൊതുവേ നല്ലൊരു ക്ലൈമറ്റ്. പക്ഷെ നമ്മൾ സോളാർ വെച്ചത് കൊണ്ടൊരു വിഷമം, വെയിലില്ലാത്തതിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചേട്ടന്മാരൊക്കെ ഇത് ചെയ്യുന്നത് കണ്ട് ഞാൻ കുറേ സമയം നോക്കി നിന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് പോയി ലഞ്ചെല്ലാം എടുത്തിട്ട് വന്ന് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. വീട്ടിൽ പോയി എടുക്കുന്ന വീഡിയോ എടുത്തു, കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തില്ല. ആ ഒരു വീട്ടിൽ പോയി എടുത്തതൊന്നും ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തില്ല കേട്ടോ. മുന്നേ ഞാൻ ഒരു 2 വർഷം മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഉണ്ട് ഇങ്ങനെ വേദയുടെ റൂമിൽ നിന്നുള്ളൊരു ഓപ്പൺ ബാൽക്കണി കാര്യങ്ങളെല്ലാം കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ടതേ. വീട്ടിൽ വന്നു, അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്, മീൻകറി. ഞാൻ വേദയും കൊണ്ട് പോയപ്പോഴേ എല്ലാം റെഡിയായി. മീനില്ലാത്തതുകൊണ്ട് പിന്നെ കൊണ്ടുപോകാത്ത കേട്ടോ. ഞാൻ വന്നപ്പോഴേക്കും മീൻ വാങ്ങി അങ്ങനെ മീനൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പോയി കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് കഴിക്കാത്തതൊന്നും എടുത്തില്ല. എന്നിട്ട് പോയി കഴിച്ചിട്ട് വേദയും വിളിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ 5 മണിക്ക് ഹലോ മമ്മിയുടെ മൂവി ഇല്ലേ, അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. നമ്മുടെ PVR
PVR കൃപ PVRൽ ബുക്ക് ചെയ്തായിരുന്നു. എനിക്കും വേദയ്ക്കും വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. വേദ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വരുന്നില്ല എന്ന് പറയുന്നതെന്ന് അറിയില്ല. 2-3 പ്രാവശ്യം ഞാൻ നിർബന്ധിച്ചു കേട്ടോ. അപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് വരണമെന്നുണ്ടായപ്പോൾ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അവളെ കരുതിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി കാണുന്ന അതിനോടൊരു അഡിക്ഷനുള്ള ആളല്ല. ഇങ്ങനെ കുറച്ച് നല്ല മൂവീസൊക്കെ വരുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരുമ്പോൾ ഇപ്പോൾ ബാർബി പോയി ഞങ്ങൾ കണ്ടായിരുന്നു, ഞാനും വേദയും. അതുപോലെ ഏതാ കിഡ്സിൻ്റെ വേറെ ഏതൊരു മൂവിയൊക്കെ ഇങ്ങനെ വന്നപ്പോഴൊക്കെ നമ്മളിങ്ങനെ പോയി കാണാറുണ്ട്. അല്ലാതൊരു തിയേറ്റർ ഫാനൊന്നും അല്ല കേട്ടോ ഞാൻ. പിന്നെ കിഡ്സിൻ്റെ തന്നെ ഒരു മോണ 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിം റിലീസായി. അത് നാളെ പോയി കാണാമെന്ന് കരുതി ഇരുന്നതാണ്. അപ്പോഴേക്കും വേദ ഈ വാശി പിടിച്ചുകൊണ്ട് ഇനി വേദയും കൊണ്ട് ഞാൻ തിയേറ്ററിൽ പോവില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്ത കേട്ടോ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവൾ പോകത്തില്ല എന്ന്. കാരണം അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തതാണ്. ഒരു നല്ല മൂവി എന്ന് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അവൾ വരുന്നില്ല എന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു. 2-3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല കേട്ടോ. പിന്നെ ഞാൻ അച്ഛനെയും കൂട്ടി വന്നു. പക്ഷേ മൂവി സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. എനിക്ക് സൂക്ഷ്മദർശിനിയെക്കാട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹലോ മമ്മി. നൈസ് മൂവി ആട്ടോ. ഒന്ന് പോയി ജസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ടി വിയിലൊക്കെ വന്നാൽ എത്രത്തോളം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നെനിക്കറിയില്ല. തിയേറ്ററിൽ കണ്ടതുകൊണ്ടായിരിക്കും. ഭയങ്കര ഒരു കോമഡി, നല്ലൊരു മൂവി. കോമഡി ഹൊറർ എന്ന് പറയാനില്ല. കുറച്ച് ഹൊറർ പോലെ, ഹൊററായിട്ടില്ല, കുറച്ചൊരു ആത്മാവിൻ്റെ കളികളും ഒക്കെ ആയിട്ടുള്ളൊരു നമ്മുടെ മറ്റേ സിനിമയില്ലേ എന്താ, രോമാഞ്ചം. ഞാനിപ്പോൾ ഗൂഗിൾ പോയി നോക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ, മറന്നുപോയ സിനിമയുടെ പേര്. അതിൻ്റെയൊക്കെ ഒരു ഫീലുണ്ട്. നല്ലൊരു മൂവി. ഞാൻ പറഞ്ഞില്ലേ സൂക്ഷ്മദർശിനിയെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് പോയി കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. വേറെ ഒരുപാട് മിസ് ചെയ്തു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു മൂവിയായിരുന്നു. കോമഡി കൊള്ളായിരുന്നു. നല്ല സിനിമ. അങ്ങനെ സിനിമയെല്ലാം ഞാനും അച്ഛനും കൂടെ ആസ്വദിച്ചിരുന്ന് കണ്ടു. പിന്നെ അതിനകത്ത് കയറിയിട്ട് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും നിന്നില്ല. PVR ആയതുകൊണ്ട് സ്ക്രീനൊക്കെ വലുതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പോപ്കോൺ കാര്യങ്ങളൊന്നും വാങ്ങിയില്ല, വേദ ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ തിയേറ്ററിൽ കയറിയാൽ അധികം നമ്മുടെ വീഡിയോ എടുക്കലും നടക്കത്തില്ല. ഒന്നാമത് ലൈറ്റ് ഉണ്ടാവില്ല. പിന്നെ ഇരുട്ടത്ത് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഉടനെ ഫ്ലാഷ് കത്തിയിട്ട് എല്ലാവരും കൂടെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കും കേട്ടോ. പിന്നെ ഇരുട്ടത്തിരുന്ന് ഇൻ്റർവെല്ലായപ്പോൾ ചെറിയൊരു കട്ടെടുത്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. അങ്ങനെ ഞാനും അച്ഛനും സിനിമ എല്ലാം കണ്ട ശേഷം നേരെ വീട്ടിലേക്ക് പോയി. 5 മണിക്കുള്ള ഷോ ആയിരുന്നു. 7:45 കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇതാണ് ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.